സാധനം ഷാർക്ക് പിടിക്കത്തില്ല. ഷാർക്കിനെക്കാട്ടിലും വലിയ ചൂരയാണ്, വെള്ളച്ചൂര. അമ്മോ, വലിപ്പം നോക്കി ഇതിൻ്റെ അമ്മ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പട്ടായയിൽ 3 ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. ഞങ്ങൾ മേരാമര എന്ന് പറഞ്ഞിട്ട് പട്ടായ ബീച്ച് സൈഡിൽ തന്നെ ഉള്ളൊരു റിസോർട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഓൾമോസ്റ്റ് 3 ഡേയ്സ് ഞങ്ങളവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു. ബുഫേ ബ്രേക്ക്ഫാസ്റ്റിൽ ഓൾമോസ്റ്റ് സിമിലർ ഡിഷസ് തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാ 3 ദിവസം കാണിക്കണം, ഒരു ദിവസം നിങ്ങളെ കാണിച്ചാൽ പോരെയെന്ന്. അപ്പോൾ റൈസ് ഐറ്റംസ് ഒക്കെ മസ്റ്റായിട്ട് ഉണ്ടാവും. ഫ്രൈഡ് റൈസ്, ചിക്കനും പോർക്കും ഒക്കെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തായാലും ഉണ്ടാകുന്ന ഡിഷസാണ്. പിന്നെ അത് ഇതുണ്ടല്ലോ, പാൻ കേക്ക് മെഷീനാണ്. നമ്മളിവിടെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പോയാൽ നമുക്ക് അവർ പാൻ കേക്ക് ഇങ്ങനെ അതിൽ നിന്ന് ഉണ്ടാക്കി തരും. അപ്പം നമുക്ക് ലൈവ് കൗണ്ടറും ഉണ്ട്. ലൈവ് കൗണ്ടറിൽ നമുക്ക് ഓംലെറ്റ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവർ ലൈവായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ അതേ ഞാൻ നേരത്തെ പ്രസ് ചെയ്തിട്ട് പോയ എൻ്റെ പാൻ കേക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പട്ടായ അണ്ടർ വാട്ടർ വേൾഡിലോട്ടാണ് പോയത്. പുറത്ത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല മഴക്കാറൊക്കെ വെച്ചിട്ട് അങ്ങനെ ചൂടൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ അണ്ടർ വാട്ടർ വേൾഡിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഓൺലൈൻ ബുക്ക് ചെയ്താലും നമ്മൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ കൊണ്ടുപോയി അത് ഫിസിക്കൽ ടിക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അവർ നമ്മളെ ഉള്ളിലോട്ട് കയറ്റി വിടത്തുള്ളൂ. ഞങ്ങളവിടെ എത്തിയപ്പോൾ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളായിരുന്നു അവരുടെ ഫസ്റ്റ് വിസിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ വലിയ തിരക്കോ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ നല്ല സമാധാനമായിട്ട് ഓരോന്നും കണ്ട് പതുക്കെ നടന്നു പോവായിരുന്നു. അങ്ങനെ തിരക്കൊന്നുമില്ലല്ലോ. മറ്റേതിങ്ങനെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ തിക്കും തിരക്കും കൂടുമ്പോൾ നമുക്കും അങ്ങനെ ആസ്വദിച്ച് നടന്നു പോകാൻ പറ്റില്ലല്ലോ. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നമുക്ക് അറിയാവുന്ന ഗോസ്റ്റ് ഫിഷും ഏഞ്ചൽ ഫിഷും അങ്ങനെ കുറേ നമുക്ക് കോമൺ ആയിട്ട് നമ്മളെല്ലാ അക്വേറിയത്തിലും കാണുന്ന ഫിഷസൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ആ ടണലിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും കിളി പറക്കും. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കുറേ വെറൈറ്റി ഫിഷസും അവർ അറേഞ്ച് ചെയ്തേക്കുന്നതും ഒക്കെ നല്ല രസമാണ് കാണാൻ. ഇത്തവണ ഋതു മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ ഫിഷ് കാണുമ്പോഴോ ഒരു വാവ് എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ നല്ല വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. ആ ടണലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ ശരിക്കും അണ്ടർ വാട്ടറിൽ ഇങ്ങനെ നടക്കുന്ന പോലെ തന്നെ തോന്നും. അത്രയും സീൻ്റെ ആ കോറൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതും ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫിഷ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഈ കാണുന്ന 2 എണ്ണമാണ് ഫിഷ്. റോക്ക് ഫിഷ് എന്നാണ് അതിൻ്റെ പേര്. നമുക്കങ്ങനെ മനസ്സിലാവേ ഇല്ല. ഈ കോറലിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കിടക്കുമ്പോൾ അതൊരു ഫിഷാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. ഒരു കല്ല് കിടക്കുന്ന പോലെ ഉള്ളൂ. കടലിൽ ജീവിക്കുന്നല്ലേ ഇത് തിരണ്ടി സിനിമയിൽ വരുന്നുണ്ട്. ആയിരിക്കും ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് ഇതിലോട്ടാ പോരാ. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ട് ഇതില്ല. ഒന്നോ അത് കൊള്ളാല്ലേ. പൊട്ടി വേണം നമ്മൾ ചത്തില്ലേ? സത്യം അവിടെ ഓടിക്കട്ടെ.
അതിൻ്റെ വായും മീശയൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്ഷീണിച്ചാ? ഷാർക്ക്. ആ ദേ പോകുന്നു ഷാർക്ക്. ഓ, ഇത് ഷാർക്ക് പിടിക്കത്തില്ല. ഷാർക്കിനെക്കാട്ടിലും വലിയ ചൂരയാണ്, വെള്ളച്ചൂര. മുഖം കണ്ടോ? വിഷമുള്ള മീനത്. മുകളിലെച്ച ദേ പോകും കണ്ടാ, അവിടെ പൊങ്ങി കിടക്കുന്നു. ഓ, ഇതിവിടെ കിടക്കുന്നു കണ്ടോ? നിന്നത് കൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതെന്ത് മീനത്? വയസ്സായതാ, അനങ്ങുന്നില്ല, വയ്യ. അതേ അല്ലേ? ആ ശരിയാ. അപ്പൊ കഴിയാറായി. അമ്മോ, വലിപ്പം നോക്കി ഇതിന്റെ അമ്മ. തരാപ്പയമല്ലേ ആണെന്ന് തോന്നുന്നു, വലുതായതാ. ഇത് മറ്റേ ഇതിനെക്കാട്ടിലും വലിപ്പമുണ്ടല്ലോ അല്ലേ? നമ്മൾ കണ്ട എല്ലാ ഷാർക്കിനെക്കാട്ടിലും എല്ലാ മീനിനെക്കാട്ടിലും വലിപ്പമുണ്ട്. ടണൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് റെപ്റ്റൈലിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെ ഒത്തിരി മറ്റേ സ്നേക്സ്, ഫ്രോഗ്, ഓന്ത്, അങ്ങനെ പല കളേഴ്സിലുള്ള നല്ല അടിപൊളി കളേഴ്സിൽ, ഇതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കുറേ റെപ്റ്റൈലിൻ്റെ സെക്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സോവനിയർ സെക്ഷനുണ്ട്. ആക്ച്വലി ഇവിടെ നിന്ന് ഞാനൊരു ക്യാൻഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷെല്ലിനകത്ത് ക്യാൻഡിൽ വരുന്ന ടൈപ്പിലൊരു സെറ്റ് ഓഫ് ക്യാൻഡിൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാട്ടർ വേൾഡിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബാങ്കോക്കിലോട്ടായിരിക്കും പോയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? പക്ഷേ അല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേറൊരു സ്ഥലം കൂടി പോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിങ്ങനെ മാപ്പിൽ അട്രാക്ഷൻസ് നിയർ മീ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തിടുന്നുണ്ട്. ശരിക്കും സെൽഫ് ഡ്രൈവിംഗ് കാർ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമാണത്. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നമുക്ക് കയറി കാണാം, നമുക്ക് ഹോൾട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ. ഞങ്ങൾ ബാങ്കോക്കിലെത്തിയിട്ട് ഞങ്ങൾ ക്ലബ് മഹീന്ദ്രയുടെ ഹോട്ടലാണ് ഞങ്ങൾ 2 ദിവസത്തേക്ക് ബാങ്കോക്കിൽ ബുക്ക് ചെയ്തത്. അത്യാവശ്യം നല്ല അടിപൊളി റൂമും സർവീസും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടും. അതായിരുന്നു അച്ഛനും അമ്മയ്ക്കും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി.
ഈ സ്ട്രീറ്റിൽ കൂടുതലും ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് അങ്ങനെ വാങ്ങാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. റിത്തുവിന് ഞങ്ങളൊരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അപ്പം തന്നെ അവരവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് തരും. നമ്മൾ കൊടുക്കുന്ന ഇമേജ് ഏതാണോ ആ ഇമേജ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ടീഷർട്ട് അവർ സെറ്റാക്കി തരും. അപ്പോൾ അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുമല്ലോ, അങ്ങനെയൊക്കെ വാങ്ങി. കുറച്ച് നേരം അവിടെ തെക്ക് വടക്കെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആണ്, എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.